മനസ്സിലായില്ല. അതല്ല ഇതല്ലേ ടാസ്ക് ഉണ്ട് ശരിക്കും. ഇത് വേണോ? ആങ്കറിനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വിപരീത ഉത്തരങ്ങൾ പറയുക. അത് എനിക്കൊരു ടാസ്ക് ആണല്ലേ. ഓക്കെ. മറ്റേ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാന് പെട്ടെന്ന് പറ. അതല്ലേ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാന് അയ്യോ മനസ്സിലാക്കി. ഇതിന് ഞാൻ എക്സ്ട്രാ ടാസ്ക് തരും. പറ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അമ്മ വീട്ടിലാണ്. ഫുഡ് എന്താ കഴിച്ചേ? നാളെ ഡാൻസ് ഉണ്ട്. ഇപ്പൊ ഏത് വീട്ടിൽ നിന്നാ വരുന്നത്? എനിക്ക് പോയി തീർന്ന്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യണം. എന്താ പറയാ? ഓക്കെ. അതിന്റെ അകത്തുള്ള ടാസ്ക് തന്നെ പറയാം. ഒരു പാട്ട്, അത് പാടിയിരിക്കണം. നോ ഓപ്ഷൻസ്. ഒരു പാട്ട് പാടിക്കും. ഞാൻ പാടാൻ എനിക്കറിയില്ല, നിങ്ങൾക്ക് പണിഷ്മെന്റ് ആവും. ഇവിടെ ആർക്കും പാട്ടറിയില്ല. അതല്ല, അതെ കാണാൻ കേൾക്കാതിരിക്കണവർക്ക് ഭയങ്കര. നമ്മുടെ എന്റെ ഫേവറേറ്റ് എന്താ പറയുക? അത് സിമ്പിൾ ആയിരിക്കില്ല. അതാണ്. അല്ലല്ല, അതേ അറിയുള്ളൂ. ഞാൻ ഏത് സ്റ്റേജിൽ പോകുമ്പോഴും, ഇപ്പോഴല്ലാട്ടോ, ഇപ്പൊ ഞാൻ പാടല് നിർത്തി. പണ്ട് കുട്ടിക്കാലത്ത് ഇപ്പൊ നമ്മള് ഇനോഗ്രേഷൻ അല്ലെങ്കിൽ സ്കൂളിലെ പരിപാടികൾക്കൊക്കെ പോകുമ്പോ ഈ പാട്ട് പാടും. പക്ഷെ ഞാൻ എന്റെ രീതിക്കാണ് ഞാൻ പാടാറുള്ളത്. അവര് പാടിയത് വേറെ. അവര് പാടിയത് അനുശ്രീ ഒക്കെ കേൾക്കുമ്പോ ഏത് പാട്ടെന്ന് വിചാരിക്കണ്ടാവും. ഞങ്ങളൊന്നും അങ്ങനെ വിചാരിക്കില്ല. ഇപ്പൊ പാടുമ്പോഴും തന്നെയായിരിക്കും എന്റെ ടൂണാണ്, എന്റെ മ്യൂസിക് കമ്പോസിഷൻ, ലിറിക്സ് മാത്രം അത്. ഓക്കെ. അണ്ണാര കണ്ണാവ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ, അണ്ണാര കണ്ണാവ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ. അത്രയും മതി. ശിവോളത്തിൽ വന്നതായിരുന്നു. ബാക്കി ഇനി ചിലപ്പോ അടുത്തത് കുടിച്ചാൽ ചിലപ്പോ അങ്ങ് എത്തില്ല. ഞാൻ പാടി ഇത്രയും കൂടെ ചെയ്യണം വരില്ല. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെയൊക്കെ പറയണ്ടേ, ഇപ്പൊ അപ്പുറത്ത് ആങ്കറായിട്ട് ഇരിക്കില്ല, എന്നെ കംഫർട്ട് ആക്കേണ്ടത് ശരിക്കും എന്റെ പാട്ട് വരാരും കേട്ടിട്ടില്ലല്ലോ. സിമ്പിള്. അങ്ങനെ പവനായി ശവമായി. രാജു. ഈശ്വര, ഇത് എനിക്കറിയില്ല എന്നൊക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? പടം അറിയില്ല, ഒരാൾക്ക് അപ്പൊ ഓപ്പോസിറ്റ് അറിയില്ല കേട്ടോ. പടം ഏതായിരുന്നു? പടം അതാണ് നാടോടിക്കാറ്റ്. ഐ മീൻ ആ സീരീസിലെ അല്ല, അതെ ആ സീരീസ് ആണ് നാടോടിക്കാറ്റ്. പിന്നെ പട്ടണപ്രവേശം. അതല്ല. അയ്യോ, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, മൂന്നാമത്തെ പറഞ്ഞോളൂ. പവനായി ശവമായി. ഇതെനിക്ക് ഒന്ന് കട്ട് ചെയ്യാമോ? ഇല്ല, അത് കട്ടിയില്ല, ഡയറി പോകും. എനിക്ക് അറിയില്ല. ഞാനിത് ഉദ്ദേശിച്ചത് റാംജി റാവു സ്പീക്കിംഗ് അല്ലേ? അല്ലല്ലേ? ഓക്കെ, കട്ട്, എല്ലാം കട്ട്. ഭാഗ്യ, എനിക്കൊരു കൂട്ടായല്ലോ. അടുത്തെടുത്തോ. അപ്പം ആങ്കറിന് ടാസ്ക് ഇല്ല. ഇല്ല. ഇവിടെ ഞാൻ മാത്രമാണ്. ഇപ്പോഴാണ് അതിനൊരു സെറ്റ് ആയത്. ഞാൻ തന്നെ കുഴി കുഴിച്ചു. ഞാൻ എന്റെ പൊസിഷൻ മാറ്റി. സിമ്പിൾ ആയിട്ടുള്ള നോക്കി എടുത്താൽ മതി. ഓക്കെ. ഇതിനെനിക്ക് എന്റെ വർക്കേഴ്സിന്റെ ട്രോള് വരും. കാരണം ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞതാ. ഇതെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഒരു തവണ പറഞ്ഞാ പോരെ? ഇതാണോ? ഇത് ഒറ്റത്തവണ തന്നെ പറയുന്നത് ഭയങ്കര ടഫാണ്. വേണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആയിക്കോട്ടെ. 3 വർഷം പറയണം. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. ഇതൊരു പ്രാവശ്യം പോരെ? എന്തായാലും ഒരു വർഷം പറയില്ല, 2 വർഷം. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത്. കുഴപ്പമില്ല, ഇത് കഴിഞ്ഞ ഇന്റർവ്യൂലുള്ളത് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ടാ. ഓക്കെ, ഇത് വേണ്ടായിരുന്നു. ഓക്കെ, അടുത്തെടുത്തോ. പക്ഷെ പഠിച്ചിട്ട് തന്നാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞു പോ. ആങ്കറിന് അറിയാത്താണേ. ഇത് നമുക്ക് കട്ട് ചെയ്യാം. അത് പറ്റില്ല, സമ്മതിക്കില്ല. എനിക്ക് എന്റെ ഐഡിയ ആയിപ്പോയി. മിക്സ് ആയതുകൊണ്ട്, കുറെ ഡയലോഗ് ഉള്ളത് കൊണ്ട് ആർക്കായാലും ഒരു തെറ്റൊക്കെ പറ്റും. ഐ ആം ദി സോറി അളിയ. ഓക്കെ, ഇതിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. അത് അയ്യോ എന്തൊക്കെ ഐ ആം ദി സോറി അളിയ ഏതായിട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞൊരു ഡയലോഗ് പറഞ്ഞ ആക്ടറാണ് ഈ ഡയലോഗും പറയുന്നത്. നേരത്തെ പറഞ്ഞ ആക്ടറാണ്. മീൻ ഓക്കെ പറഞ്ഞ ആക്ടർ അല്ലല്ലോ, ഞാൻ വെറുതെ പറഞ്ഞ പേരല്ലേ? എന്താ ഇത്? അങ്ങനെയൊന്നും പറയില്ല, കാരണം ടാസ്ക് എടുക്കണം. ഐ ആം ദി സോറി അളിയ. അയ്യോ സോറി. ഐ ആം ദി സോറി അളിയ. ലൈഫിൽ അതാ പറഞ്ഞ, ഇതെനിക്ക് അറിയാം. പക്ഷെ വരട്ടെ. ഐ ആം ദി സോറി അളിയ.
ടൈമർ വെക്കട്ടെ? ടൈമറൊന്നും വേണ്ട, പറ. സലീം കുമാർ, തിളക്കം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ അങ്ങോട്ട്. ശരിക്കും വേണോ? ആ, അല്ല, ടാസ്ക് വേണോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓഫ് കോഴ്സ്. എന്നാലല്ലേ എനിക്കൊരു എന്റർടൈൻമെന്റ് അല്ലേ. ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആംഗ്യത്തിലൂടെ കാണിക്കുക. അതെനിക്കും കൂടെ ഉള്ള ടാസ്ക്കാണ്. സിമ്പിൾ ആയിട്ട് ഇഷ്ടപ്പെട്ട തന്നെ ആയിരിക്കണം, ചുമ്മാ സിമ്പിൾ സിനിമ എടുത്ത് കാണിക്കരുത്. ഇഷ്ടപ്പെട്ടത് കൊറേ ഉണ്ട്. അതെ, അതാണ് ഇഷ്ടപ്പെട്ട. കാണിക്കാൻ എളുപ്പമുള്ളത് കാണിക്കല്ലേ. ആ, എന്നെ മനസ്സിലാക്കിപ്പിക്കണം. പക്ഷെ ശരി, ഓക്കെ, കാണിച്ചോളൂ. ഞാൻ മനസ്സിലായാലും പറയില്ല. ഓഹോ ഹോ ഹോ ഹോ, ഇത് പറഞ്ഞില്ലെങ്കിലേ തിരിച്ചിട്ട് ഓടിക്കോളൂ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ പറ. മണി ചിത്രത്താഴ് വളരെ സിമ്പിൾ ആയി പോയി. ഓക്കെ, ഇഷ്ടപ്പെട്ട സിനിമ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. ഓക്കെ, അടുത്ത ഡയലോഗ്. ഈസി ആയിട്ട് കാണിക്കാനുള്ളത് എടുത്തു. അത് വല്ലാത്തൊരു ചതിയായി പോയിട്ടോ. കൊറേ ഡം ഷാർട്സ് ഒക്കെ കളിക്കുമ്പോ കൊറേ പേരുകളുണ്ട്, പറയാൻ കിട്ടാത്ത പേരുകളൊക്കെ പറഞ്ഞിട്ട്. ഞാനായിരുന്നു ഞാൻ തിരിച്ചങ്ങോട്ട് നല്ല ടഫ് വന്നത്. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? 1983 നമ്മുടെ ചേച്ചിയുടെ പേര്. അത് പറഞ്ഞ ടാസ്ക്. പേര് വരും, അത് അറിയാം, പെട്ടെന്ന് കിട്ടാത്ത. അയ്യോ, പിന്നൊക്കെ വന്നല്ലോ. ശ്രീ. അയ്യോ, അതന്നെ. ഇതാണ് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ശൃന്ദ. ടാസ്ക് എടുക്കാൻ അത്ര താല്പര്യമായിട്ടല്ല, ബോള് മാറിപ്പോയതാ. ഇപ്പൊ എത്ര എണ്ണായി? ഇതില് കണക്ക്. അച്ഛനാണത്രേ, അച്ഛൻ. ഇതാണ് അതിന്റെ ടോൺ. സാധനം മനസ്സിലായി, പക്ഷെ അച്ഛനാണത്രേ, അച്ഛൻ. അത് രണ്ട് ഇതിലില്ലേ. ഇതിലും ഇതേപോലെ ദിലീപേട്ടൻ പറഞ്ഞ സീൻ ഇതില്ലേ നമ്മുടെ. ഇല്ല, ദിലീപേട്ടനില്ല. ആ പടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒരു ഡയലോഗ്, പക്ഷെ അതല്ല. ഇനി ടൈമർ വെക്കും. അച്ഛനാണത്ര, അച്ഛൻ. ഏറ്റവും ഐക്കോണിക് ഡയലോഗ്സാണ് ഞാൻ പറയാണ്ടിരിക്കണത്. ഇതിൽ കൂടുതൽ എന്ത് വേണോ നിങ്ങക്ക്? സുഖായില്ലേ? ഓക്കെ, അപ്പൊ ടാസ്ക് എടുക്കല്ലേ? ഇത് ഇതിൽ ടാസ്ക് എടുക്കുന്നു, അടുത്തൊരു ഇത് എടുക്കുന്നു, അതോടെ നമുക്ക് ഗെയിം അവസാനിപ്പിക്കാം. അപ്പൊ എത്ര തോറ്റ്? പുതിയ സിനിമകൾ വന്ന സിനിമ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പുലിവാൽ കല്യാണം അല്ലേ? അച്ഛനാണത്രേ, അച്ഛൻ. ഓക്കെ, ടാസ്ക് എടുത്തോളൂ. ഇത് ഇനിയുള്ള ടാസ്ക് ഒക്കെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. കൂട്ടം കൂടി കൂട്ടാൻ കൂടി. ഓക്കെ, റെഡി. 5 പ്രാവശ്യം. നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ അല്ല, തെറ്റി. കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതില് പോയി. അതെ. കൂട്ടം കൂടി കൂട്ടാൻ കൂടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. അതെന്താ അർത്ഥം? കറി കറി. അത് മനസ്സിലായി. കൂട്ടാൻ പറയാറുണ്ട്. കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടിയാ. കൂട്ടാൻ നമ്മൾ കഴിക്കുന്ന. കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. നാട്ടിലെ ഭാഷയെന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് കൂട്ടാൻ നമ്മൾ പറയും. നമ്മള് കറീനെ കൂട്ടാൻ എന്ന് പറയും. കൂട്ടാൻ കൂടി കൂട്ടാൻ കൂടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ 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 കൂടി. കൂട്ടാന്നൊക്കെ പുതിയ വാക്ക്. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. ഒരു 4-5 പ്രാവശ്യം പറഞ്ഞു. മതിയില്ലേ? ഞാൻ എണ്ണം മറന്നുപോയി. അപ്പൊ ലാസ്റ്റ് സൂക്ഷിച്ചെടുക്കാം. സിമ്പിൾ ആയിരിക്കും. പുതിയ സിനിമ. നടേശ കൊല്ലണ്ട. അയ്യോ, എന്നത് നടേശ കൊല്ലണ്ട. ഒക്കെ എനിക്ക് അറിയാൻ, പക്ഷെ ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ ടാസ്ക് എടുക്കാം. ഇല്ല, ഓക്കെ, ആലോചിച്ചോ.
നടേശ കൊല്ലണ്ട, നടേശ കൊല്ലണ്ട, എനിക്കറിയാതെ. ഇതിനൊക്കെ ആലോചിക്കേണ്ട അവസ്ഥ വന്ന കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഞാനൊന്നും പറയുന്നില്ല. നടേശ കൊല്ലണ്ട, നടേശ കൊല്ലം അറിയാം. അപ്പൊ പറയൂ. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഈ പറഞ്ഞ അത് ഇനി പറഞ്ഞിട്ട് കാര്യല്ല. ഓക്കെ, അപ്പം ആയുധം വെച്ച് കീഴടങ്ങുക. പടം ഇത് പറഞ്ഞില്ലേ മോശം, ക്ലൂ തരൂ. എനിക്കതില് ബ്ലാങ്ക് ഇപ്പോട്ട് കിട്ടണ്ട. ഇത് ഒരു 2 സീരീസ് ഓഫ് പടം ഉണ്ട്. അല്ലേ? ഉണ്ട്. ഫസ്റ്റ് ആണോ? രണ്ടാമത്തെ സെക്കൻഡ് വൺ ആ സീരീസിലെ ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു. അല്ലേ? യെസ്. ലാലേട്ടന്റെ പടം. ലാലേട്ടന്റെ 2 സെക്ഷൻ വന്ന പടം ഏതാ? ഇതിനേക്കാ ഭേദം ക്ലൂ ഇല്ലാണ്ടുള്ളതിന് മുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ക്ലൂ തന്നിട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അശ്ശേ. അപ്പൊ സീരിയസ്ലി ഇതൊന്നും തന്നെ അപമാനിക്കരുത്. അത് അപമാനിക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. രാവണപ്രഭു. കരയണ്ട. അയ്യോ. ഓക്കെ, അപ്പൊ എന്തായാലും ഗെയിം ഇഷ്ടമായില്ലേ? ഇഷ്ടം. ഞാൻ അതിനെ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഗെയിം ഒന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് ഇതെല്ലാം ഞാൻ പറയുന്നത് ഞാൻ ടാസ്ക് ഒക്കെ ഞാൻ എടുക്കേണ്ടി വരുന്നു. ഇതാണ് പ്രശ്നം, എനിക്ക് കിട്ടൂല. കുഴപ്പമില്ല. അപ്പം ഇനി പടങ്ങളൊക്കെ പോയി ഇരുന്ന് കാണാം. അല്ല ഇതൊന്നും അറിയാണ്ടല്ല, അതാ പ്രശ്നം. അറിയാത്ത സിനിമയാണെന്നുണ്ടെങ്കിൽ അല്ല അറിയാത്ത സാധാരണ ഞാൻ കുറെ സിനിമകൾ കണ്ടിട്ടില്ല. അപ്പൊ പണ്ടത്തെ സിനിമകൾ കുറെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മളെപ്പോഴും പറയില്ല ഇന്റർവ്യൂവിൽ പോയിരിക്കണതാ, ഇന്റർവ്യൂലൊക്കെ പോയി എന്തെങ്കിലും പറയുമ്പോൾ എനിക്കൊന്നും കിട്ടില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ പറയുന്ന സംഭവങ്ങളാ, എന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. സാരില്ല, ഇനി പതുക്കെ എയറിലേക്കൊക്കെ പോവാം. അതെ, എയറിലേക്ക് പോവാൻ സമയമായിരിക്കുന്നു. ഇതിലെന്റെ വലിയ പ്രശ്നം ഇപ്പൊ ഇന്റർവ്യൂവിന്റെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ മാത്രല്ല, ശരിക്കും പരീക്ഷ പഠിച്ചൊരു ജോലിക്ക് ഇന്റർവ്യൂ പോലെ അത് പോകാനും എനിക്ക് പേടിയാ. കാരണം എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബ്ലാങ്ക് ആണ്. അറിയുന്ന സംഭവങ്ങളായിരിക്കും, പഠിച്ച് ഇത്രയും മാർക്കൊക്കെ വാങ്ങിച്ചതായിരിക്കും, പക്ഷെ എനിക്ക് ഇന്റർവ്യൂവിന് പോകാൻ പേടിയാ. എനിക്ക് വീട്ടിലെത്തിയിട്ടായിരിക്കും അത് അങ്ങനെയായിരുന്നല്ലേ. അതടുത്തത് അത് മൊത്തത്തിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ പറയാൻ വരുമ്പോ ഇന്നത് പറയായിരുന്നു, ഇന്നത് അങ്ങനെ സംസാരിക്കായിരുന്നു, അത് വേറെ കാര്യം. ഇത് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് പഠിച്ച സംഭവങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത് എനിക്ക് വെർബലി കമ്മ്യൂണിക്കേറ്റ്. ഇന്റർവ്യൂവിന് പോയാലും ഇതന്നെ അവസ്ഥ. അതുകൊണ്ട് ഞാനിതൊരു ഇന്റർവ്യൂ അറ്റൻഡ് പോയിട്ടില്ലല്ലോ. ഞാനിതൊരു ഇന്റർവ്യൂ ഇതൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ. ഇനി ഇത് ട്രൈ ചെയ്യാം. അതെ അതെ അതെ. അല്ല, ഇങ്ങോട്ട് ചോദിച്ചിരുന്ന ഞാനിതൊന്നും പറയില്ല. ഇന്നലെ നോക്കിയതുകൊണ്ട് എന്നിട്ടും ഞാൻ തെറ്റിച്ചു. അല്ല അത് വലിയ ടാസ്കാണ്. ഞാൻ ഇന്റർവ്യൂ നിർത്താൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ സംസാരിച്ച് ഇരുന്നതിനും ഗെയിമിനും ഒക്കെ നന്ദി. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. മതി.